മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 39 FC കേരള നേരിടുന്നു ഗോകുലം കേരള FCയെ. ഗോകുലം കേരള FCയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ ഒരു മത്സരം ആരംഭിക്കുകയാണ്. കേരള FCക്ക് വേണ്ടി കണ്ണൂർ സ്വദേശിയാണ് മുഹമ്മദ് ഇക്ബാൽ. കഴിഞ്ഞ മത്സരത്തിൽ റൈസുദ്ദീനാണ് ആൻഡ് മടങ്ങിവര. നല്ലൊരു മുന്നേറ്റമാണ് അവിടെ ഗോകുലം കേരള FCയുടെ. ആൻഡ് ബ്യൂട്ടിഫുൾ സേവ് ആണ്. ഈ മത്സരത്തിലെ ആദ്യത്തെ സേവാണ്. ഒരു ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇതിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് സംഗീത്. പെനാൽറ്റി ആയിരിക്കും ഇത്തവണ. പെനാൽറ്റി ആണോ എന്നൊരു സംശയമുണ്ട്. യെസ്, പെനാൽറ്റി. ഗോകുലം കേരള FCയുടെ ജേഴ്സി നമ്പർ 99 നന്ദു ആണ് ഒരു പെനാൽറ്റി എടുക്കാൻ വരുന്നത്. ആൻഡ് ഗോൾ നമ്പർ 1 ഗോകുലം കേരള FC. നന്ദു എടുക്കുന്നു പെനാൽറ്റി കിക്ക് കൃത്യമായി വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഗോകുലം കേരള FC അവരുടെ ആദ്യത്തെ ലീഡ് സ്വന്തമാക്കുകയാണ്. നന്ദുവിന്റെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ ഗോളാണ് എലൈറ്റ് കേരള പ്രീമിയർ ലീഗിൽ. കൃത്യമായി വന്ന് ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നിറവേച്ചുകൊണ്ട് ആദ്യത്തെ ഗോൾ കണ്ടെത്തുന്നു ഗോകുലം കേരള FC. തിരുവനന്തപുരം സ്വദേശി കൂടിയാണ് നന്ദു. അമൻ ഗേക്വാദ് അവിടെ നേരെ ബിബിൻ ബോബൻ ടു നവീൻ ദാസിന്റെ ലോങ് ബോൾ ആണ്. ഒരു ഹെഡർ ചെയ്ത് ഗോളാക്കാനുള്ള ശ്രമം അവിടെ ഉണ്ട്. നന്ദു ഗോൾ നമ്പർ 2 ഗോകുലം കേരള FC. നന്ദു കൃഷ്ണയിലൂടെ രണ്ടാമത്തെ ഗോൾ നേടുന്നു. നന്ദുവിന്റെ രണ്ടാമത്തെ ഗോളാണ് ഈ മത്സരത്തിൽ കുറിക്കപ്പെടുന്നത് ഗോകുലം കേരള FCക്ക് വേണ്ടി. സ്റ്റാർട്ടിംഗ് ലെവൽ സ്ഥാനം പിടിച്ചുകൊണ്ട് കോച്ചിന്റെ വിശ്വസ്തനാവുകയാണ് നന്ദു കൃഷ്ണ. ഗോകുളം FC താരം കൂടിയാണ് നന്ദു. നല്ലൊരു ബ്യൂട്ടിഫുൾ ഗോളാണ്. ഇത്തവണയും ഇടത് ഭാഗത്തേക്കാണ് നിറവഴിക്കുന്നത് നന്ദു. 48ാമത്തെ മിനിറ്റിലേക്കാണ് കിടക്കുന്നത്. ഏത് നിമിഷവും ആദ്യ പകുതിയുടെ വിസിൽ വരാം. ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ വിസിൽ വന്നിരിക്കുന്നത്. എതിരില്ലാത്ത 2 ഗോളിന് ഗോകുലം കേരള FC ആദ്യ പകുതി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഗോകുലം കേരള FC ഷിജിനിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. ആൻഡ് ഷിജിൻ ഗോൾ കീപ്പർ മുന്നോട്ട് കടന്നു വന്നു. ഷിജിൻ ഒരു ഗോൾ കണ്ടെത്താനുള്ള സുവർണ അവസരം. ഷിജിൻ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നു ഗോകുലം കേരള FC. വീണ് കിട്ടിയ അവസരമാണ് ഷിജിന്. നോക്കുക, സുവർണ അവസരം തന്നെയായിരുന്നു. നല്ല കൃത്യമായിട്ടുള്ള ത്രൂ ബോളാണ് അവിടെ നൽകിയത് ഷിജിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. അത് ഈസിയായി തന്നെ ഗോൾ ഇല്ലാത്ത പോസ്റ്റിലോട്ട് നിറവേച്ചുകൊണ്ട് ഒരു ഗോൾ കണ്ടെത്തുന്നു ഗോകുലം കേരള FCയുടെ ഷിജിൻ. 3 ഗോളായിരിക്കുന്നു ഗോകുലം കേരള FCയുടെ അക്കൗണ്ട്. ആൻഡ് നവീൻ ഇത്തവണ ഗോൾ കീപ്പർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും 4ാമത്തെ ഗോളാണ് ഗോകുലം കേരള FCയെ സംബന്ധിച്ച് നേടിയിരിക്കുന്നത്. ആൻഡ് ഹാട്രിക് ഗോൾ, അരങ്ങേറ്റ ഹാട്രിക് ആണ് നന്ദു കൃഷ്ണയുടെ എന്ന് തന്നെ പറയണം. കാരണം ആദ്യമായിട്ടാണ് കേരള പ്രീമിയർ ലീഗിൽ നന്ദു കൃഷ്ണ 3 ഗോൾ നേടിയിരിക്കുന്നത്. ഇന്നേ ദിവസം സ്റ്റാർട്ടിംഗ് ലെവൽ സ്ഥാനം പിടിച്ചുകൊണ്ട് കോച്ചിന്റെ വിശ്വസ്തനായിരിക്കുകയാണ് സാധിക്കുന്നത് ഷിജിന്. പാസിംഗ് ഓപ്ഷന് വേണ്ടി പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ ഷിജിൻ വീണ്ടും ഗോൾ കണ്ടെത്താനുള്ള ശ്രമം. ആൻഡ് ഓഫ്സൈഡ് ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. ഈ ഒരു അവസരത്തിൽ രക്ഷപ്പെടുന്നു FC കേരള. എനിക്ക് തോന്നുന്നു ബിലാൽ ആയിരിക്കണം. ബിലാലിന്റെ നല്ല ട്രിബിളിംഗ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ. അതിനുശേഷമാണ് ഓഫ്സൈഡ് ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 4 ഗോളിന് ഗോകുലം കേരള FC ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ആൻഡ് ഫുൾ ടൈം സ്കോർ ഗോകുലം കേരള FC 4 FC കേരള 0.